ഗൾഫ് മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് സൗദി. ഖത്തറിനെയും സൗദി അറേബ്യയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് റെയിൽവേ പദ്ധതിക്ക് സൗദി മന്ത്രിസഭ ഔദ്യോഗിക അംഗീകാരം നൽകി. അതിവേഗ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടുന്ന ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയും. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന യോഗത്തിലാണ് ഈ ചരിത്രപരമായ തീരുമാനമുണ്ടായത്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ റിയാദിനും ദോഹയ്ക്കുമിടയിലുള്ള സാമ്പത്തിക വിനോദ സഞ്ചാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി നിർണായകമാകും. സൗദിയിൽ നിന്ന് ട്രെയിനിൽ കുതിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ നോക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സാമൂഹിക സഹകരണം ശക്തമാക്കുന്നതിനുമുള്ള ചരിത്രപരമായ നീക്കമായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. സൗദി ഭരണകൂടവും ഖത്തർ സർക്കാരും തമ്മിൽ ഇത് സംബന്ധിച്ച അന്തിമ ധാരണയിലെത്തിയതോടെ മേഖലയിലെ യാത്രാ സൗകര്യങ്ങളിൽ വലിയ വിപ്ലവത്തിനാകും തുടക്കമാവുക. GCC റെയിൽവേ ശൃംഖലയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി പരിസ്ഥിതി സൗഹാർദ്ദമായ ഗതാഗത സംവിധാനമെന്ന നിലയിലും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ സൗദി ഖത്തർ ഏകോപന സമിതി യോഗത്തിന്റെ ഭാഗമായി റിയാദിൽ നടന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും ഗതാഗത മന്ത്രിമാർ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. റിയാദിനെയും ദോഹയെയും ബന്ധിപ്പിക്കുന്ന ഈ റെയിൽ പാതയ്ക്ക് 785 കിലോമീറ്റർ നീളമുണ്ടാകും. മണിക്കൂറിൽ 300 കിലോമീറ്ററിലേറെ വേഗതയിൽ സഞ്ചരിക്കുന്ന അത്യാധുനിക ഇലക്ട്രിക് ട്രെയിനുകളാണ് സർവീസിനായി ഉപയോഗിക്കുക. ഇതോടെ റിയാദിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രാസമയം വെറും 2 മണിക്കൂറായി ചുരുങ്ങും. കിഴക്കൻ പ്രവിശ്യയിലെ ഹൂഫൂഫ്, ദമാം എന്നീ നഗരങ്ങളിലൂടെ കടന്നുപോകുന്ന പാത റിയാദിലെ കിങ് സൽമാൻ വിമാനത്താവളത്തെയും ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കും. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ നോക്കാം. തൊഴിലവസരം 30,000-ലധികം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കും. യാത്രക്കാർ പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാർ പദ്ധതി പ്രയോജനപ്പെടും. സാമ്പത്തിക നേട്ടം ഇരു രാജ്യങ്ങളുടെയും GDPയിൽ ഏകദേശം 115 ബില്യൺ റിയാലിന്റെ സാമ്പത്തിക വളർച്ച പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർമ്മാണ കാലാവധി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പദ്ധതി. പരിസ്ഥിതി സൗഹാർദ്ദമായ ഈ ട്രെയിൻ സർവീസ് കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും മേഖലയിലെ ടൂറിസം വ്യാപാര മേഖലകൾക്ക് പുതിയ കരുത്തു പകരുന്നതിനും സഹായിക്കും. GCC രാജ്യങ്ങൾക്കിടയിലെ ഗതാഗത സംയോജനം കൂടുതൽ ശക്തമാക്കുന്ന ഈ പദ്ധതി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കങ്ങളിലൊന്നാണ്. റെയിൽ ഗതാഗതത്തിന് പുറമെ സുരക്ഷ, പ്രതിരോധം, സൈബർ സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ ഏകോപന സമിതി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ സംയോജനം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളുടെയും തലസ്ഥാന നഗരങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ ചുവടുവെപ്പാണ് ഇത്. ഈ പദ്ധതി കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല, വലിയ സാമ്പത്തിക മുന്നേറ്റം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. GCC റെയിൽവേ ശൃംഖലയുടെ ഭാഗമായി വിഭാവനം ചെയ്ത ഈ പദ്ധതിക്ക് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ടു പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത 6 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ഇത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ റെയിൽവേ വഴി ബന്ധിപ്പിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ ശക്തവും സൗഹൃദപരവുമാണ്. 2017 ആരംഭിച്ച നയതന്ത്ര പ്രതിസന്ധികൾ 2021 അൽ ഉല കരാറിലൂടെ അവസാനിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ തലത്തിലേക്ക് ഉയർന്നു. പഴയകാല തർക്കങ്ങൾ മറന്ന് സാമ്പത്തിക, നയതന്ത്ര, സാംസ്കാരിക മേഖലകളിൽ പരസ്പരം സഹകരണത്തോടെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. റെയിൽ വിപ്ലവത്തിന് പിന്നാലെ സൗദി അറേബ്യയിലെ താമസക്കാർക്ക് ഖത്തറിലേക്ക് ഓൺ അറൈവൽ വിസ സൗകര്യങ്ങളും ലഭ്യമാണ്. ചുരുക്കത്തിൽ സൗദി ഖത്തർ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് പുതിയ ഗതാഗത വിപ്ലവത്തിലൂടെ.